കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ കുടിവെള്ളത്തിൽ വീണ്ടും മാലിന്യം എന്ന സംശയം. പനിയും ഛർദിയുമായി 30ഓളം പേർ ചികിത്സ തേടിയിട്ടുണ്ട്. ഫ്ളാറ്റിൽ തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യ വിഭാഗവും ആശാ വർക്കർമാരുമാണ് പരിശോധന നടത്തുന്നത്. കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സൈഫുനീസ അലിയാർ ചേരുന്നു. സൈഫുനീസ, ഏതാനും നാളുകൾക്ക് മുൻപാണ് ഗുരുതരമായ പ്രശ്നം അവിടെ ഉണ്ടായത്. സമാന സാഹചര്യമാണ് ഉള്ളത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്താണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്? വിനിത, ഇപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 30ഓളം പേരാണ് എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്ന 30ഓളം പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. വെള്ളത്തിലൂടെ തന്നെയാണ് ഈ വൈറൽ ബാധ ഉണ്ടായത് എന്നാണ് സംശയിക്കുന്നത്. DMOട് സംസാരിക്കുമ്പോഴും അതിനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ 2 പരിശോധനകൾ ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒരു പരിശോധന ഈ ഫ്ളാറ്റിലേക്ക് വെള്ളം കൊണ്ടുവരുമ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് പരിശോധന ആരംഭിച്ചിരുന്നു. ആ പരിശോധനയും അതിനൊപ്പം തന്നെ കൂടുതൽ വിശദമായ ഒരു പരിശോധനയുമാണ് ഇപ്പോൾ നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ ആരോഗ്യനില എല്ലാവരുടെയും തൃപ്തികരമാണ് എന്നാണ് അറിയുന്നത്. ഒരാൾക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ DLF ഫ്ളാറ്റിലാണ് ഞാനുള്ളത്. DLF ഫ്ളാറ്റിൻ്റെ ഓരോ ഫ്ളാറ്റുകളിലും ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിൻ്റെ പരിശോധന നടക്കുകയാണ്. അതായത് ഒരു സർവേ ആണ് നടക്കുന്നത്. ഓരോ വീടുകളിലും ഫ്ളാറ്റുകളും ഏതെല്ലാം വെള്ളമാണ് ഉപയോഗിക്കുന്നത്, എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതായത് നിലവിൽ 5 സ്രോതസ്സുകൾ വഴിയാണ് ഈ DLF ഫ്ളാറ്റിലെ 4500ഓളം പേർ ഈ 5 സ്രോതസ്സുകളാണ് വെള്ളത്തിനായി ഉപയോഗിക്കുന്നത്. അതിന് കുടിവെള്ള ടാങ്കറുണ്ട്, കുഴൽക്കിണറുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ജലസ്രോതസ്സുകളുണ്ട്. ഇതിലേതാണ് ഉപയോഗിക്കുന്നത്, ഈ രോഗം ബാധിച്ചവരുടെ വീടുകളിൽ ഏത് ജലമാണ് ഉപയോഗിക്കുന്നത് എന്നടക്കമുള്ള പരിശോധനകളാണ് നടക്കുന്നത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിനെയും ഒപ്പം തന്നെ ഈ ആശാ വർക്കർമാരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പരിശോധന പൂർത്തിയാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്.